നമസ്കാരം. സംസ്ഥാനത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും പെൻഷൻ വിതരണ അറിയിപ്പുകളും മറ്റ് ആനുകൂല്യ വിതരണ അറിയിപ്പുകളുമൊക്കെ യഥാസമയം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള നമുക്കറിയാം 200 രൂപ മുതൽ 500 രൂപ വരെ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളിൽ ചിലർക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഹിതം കൂടി കൂട്ടിച്ചേർത്താണ് 1600 രൂപ നൽകുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള പെൻഷൻ കുടിശ്ശിക കുറേ നാളായിട്ടുള്ള കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് മാസം അവസാനത്തോടുകൂടി അക്കൗണ്ടുകളിലേക്ക്, അതായത് പെൻഷൻ ഗുണഭോക്താക്കൾ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് അക്കൗണ്ട് നമ്പർ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു പെൻഷൻ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുക. കുറഞ്ഞത് 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയെങ്കിലും, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും മാർച്ച് മാസം 20-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. 1600 രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്താൻ സാധ്യത. ഇനിയിപ്പോൾ വിഷുവിനോടും അതോടൊപ്പം തന്നെ ഈസ്റ്ററിനോടുമൊക്കെ അനുബന്ധിച്ച് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് വിതരണം ചെയ്യുകയാണെങ്കിൽ 3200 രൂപ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി തന്നെ എത്തും. ഈ മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക. 1600 രൂപ ഇതിപ്പോൾ എല്ലാ മാസവും കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. 2025 അവസാനത്തോടുകൂടി നമ്മളുടെ പെൻഷൻ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുവാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 3 ഗഡു പെൻഷനാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത്. ഈ ഒരു 3 ഗഡു 3 ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ 2025 പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പെൻഷൻ വർധനവിനും സാധ്യതയുണ്ട് എന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട്. എന്നാൽ കൃത്യമായി എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 2500 രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പെൻഷൻ വർധനവ് ഉണ്ടാകുമെന്നാണ് ഭൂരിപക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെയും ആഗ്രഹം. സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്